മലയാള ചലച്ചിത്ര ലോകത്തിന് എക്കാലവും അഭിമാനിക്കാവുന്ന സമാനതകളില്ലാത്ത പ്രതിഭയായിരുന്ന നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായിരുന്ന ശ്രീനിവാസന്റെ വിയോഗം മലയാളക്കരയെ ഒന്നടങ്കം ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ്. ഏറെ നാളായി വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്ന അദ്ദേഹം തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ വെച്ചാണ് അന്തരിച്ചത്. 66 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. വെറുമൊരു അഭിനേതാവ് എന്നതിലുപരി മലയാളികളുടെ സാമൂഹിക ജീവിതത്തെയും രാഷ്ട്രീയ ബോധ്യത്തെയും തന്റെ മൂർച്ചയേറിയ സംഭാഷണങ്ങളിലൂടെയും നിരീക്ഷണങ്ങളിലൂടെയും ഉടച്ചു വാർത്ത ഒരു സാംസ്കാരിക വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. സിനിമയുടെ വെള്ളി വെളിച്ചത്തിലും ആർഭാടങ്ങളിലും ഒതുങ്ങി നിൽക്കാതെ സാധാരണക്കാരന്റെ ജീവിതത്തിലെ പൊള്ളത്തരങ്ങളെയും കാപട്യങ്ങളെയും ആക്ഷേപഹാസ്യത്തിന്റെ മേമ്പൊടിയോടെ വെള്ളിത്തിരയിലെത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. മലയാള സിനിമയിൽ ഒരു സമാന്തര പാത വെട്ടിത്തെളിച്ച ശ്രീനിവാസന്റെ വിയോഗം ഒരു കാലഘട്ടത്തിന്റെ തന്നെ അന്ത്യമായാണ് സിനിമാ പ്രേമികൾ കാണുന്നത്. കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിക്കടുത്തുള്ള പാട്യത്ത് 1956 ഏപ്രിൽ 4 അദ്ദേഹം ജനിച്ചത്. കുട്ടിക്കാലം മുതൽക്കേ കലയോടും സാഹിത്യത്തോടും താല്പര്യം കാണിച്ചിരുന്ന അദ്ദേഹം തന്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ മികച്ച സംഘാടകനായും കലാകാരനായും പേരെടുത്തു. കതിരൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെയും പാട്യം ഗവൺമെന്റ് ഹൈസ്കൂളിലെയും പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം മട്ടന്നൂർ പഴശ്ശിരാജ NSS കോളേജിൽ നിന്ന് ബിരുദം പൂർത്തിയാക്കി. എന്നാൽ കലയോടുള്ള അടങ്ങാത്ത അഭിനിവേശം അദ്ദേഹത്തെ എത്തിച്ചത് മദ്രാസിലെ ഫിലിം ചേംബർ ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു. സിനിമയുടെ സാങ്കേതിക വശങ്ങളും അഭിനയവും ശാസ്ത്രീയമായി അഭ്യസിക്കാൻ തീരുമാനിച്ച അദ്ദേഹം അവിടെ നിന്നും അഭിനയത്തിൽ ഡിപ്ലോമ കരസ്ഥമാക്കി. ഇന്ത്യൻ സിനിമയിലെ തന്നെ ഇതിഹാസമായ രജനീകാന്ത് അദ്ദേഹത്തിന്റെ സഹപാഠിയായിരുന്നു എന്നത് സിനിമാ ചരിത്രത്തിലെ കൗതുകകരമായ ഒരു ഏടാണ്. മദ്രാസിലെ പഠനകാലത്ത് നേടിയ അറിവുകളും അനുഭവങ്ങളുമാണ് പിൽക്കാലത്ത് അദ്ദേഹത്തിന്റെ കരിയറിൽ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തിയത്. 1977 PA ബക്കർ സംവിധാനം ചെയ്ത മണിമുഴക്കം എന്ന ചിത്രത്തിലൂടെയാണ് ശ്രീനിവാസൻ വെള്ളിത്തിരയിൽ തന്റെ അരങ്ങേറ്റം കുറിച്ചത്. ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വൈസ് പ്രിൻസിപ്പലായിരുന്ന A പ്രഭാകരൻ നൽകിയ പ്രോത്സാഹനമാണ് അദ്ദേഹത്തെ സിനിമയിൽ സജീവമാക്കാൻ സഹായിച്ചതും. പ്രഭാകരൻ തന്നെ സംവിധാനം ചെയ്ത മേള എന്ന ചിത്രത്തിൽ ലഭിച്ച വേഷം ശ്രീനിവാസന് തന്റെ കഴിവ് തെളിയിക്കാൻ കൂടുതൽ അവസരങ്ങൾ നൽകി. പിന്നീട് ചെറിയ ചെറിയ വേഷങ്ങളിലൂടെ സിനിമാ രംഗത്ത് ചൂടുറപ്പിച്ച അദ്ദേഹം 80കളുടെ തുടക്കത്തിൽ തന്നെ മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകമായി മാറി. നടൻ എന്നതിലുപരി അദ്ദേഹം രചിച്ച തിരക്കഥകളാണ് മലയാള സിനിമയുടെ ഗതിയെ തന്നെ മാറ്റിമറിച്ചത്. മലയാളിയുടെ സത്വത്തെയും പ്രവാസ ജീവിതത്തെയും തൊഴിലില്ലായ്മയെയും കുറിച്ച് അദ്ദേഹം എഴുതിയ ഓരോ വരികളും ഇന്നും ജനഹൃദയങ്ങളിൽ പിടിച്ചുലയ്ക്കുന്ന ഒന്നായിരുന്നു. സത്യൻ അന്തിക്കാട് ശ്രീനിവാസൻ കൂട്ടുകെട്ടിൽ പിറന്ന ചിത്രത്തിൽ മലയാള സിനിമാ ചരിത്രത്തിലെ സുവർണ അധ്യായങ്ങളാണ്. സന്ദേശം എന്ന ചിത്രം രാഷ്ട്രീയ ജീർണതകളെ ഇത്രത്തോളം പരിഹസിച്ച മറ്റൊരു സിനിമ മലയാളത്തിൽ ഉണ്ടായിട്ടില്ല. ദാസനെയും വിജയനെയും പോലുള്ള കഥാപാത്രങ്ങളിലൂടെ അദ്ദേഹം അവതരിപ്പിച്ച നാടോടിക്കാറ്റ്, പട്ടണപ്രവേശം എന്നീ ചിത്രങ്ങൾ ഇന്നും ടെലിവിഷൻ സ്ക്രീനുകളിൽ മലയാളികൾ ആഘോഷിക്കുന്നവരാണ്. സാമൂഹികമായ മാറ്റങ്ങളെ തന്റെ സിനിമകളിലൂടെ കൃത്യമായി അടയാളപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. ചിന്താവിഷ്ടയായ ശ്യാമള എന്ന ചിത്രത്തിലൂടെ ഒരു സംവിധായകൻ എന്ന നിലയിലുള്ള തന്റെ പ്രാഗൽഭ്യവും അദ്ദേഹം തെളിയിക്കുകയും ചെയ്തു. സ്ത്രീ പുരുഷ ചിന്തകളെയും കുടുംബ ബന്ധങ്ങളെയും ആക്ഷേപഹാസ്യത്തിലൂടെ അദ്ദേഹം ആവിഷ്കരിച്ച രീതിക്ക് വലിയ രീതിയിലുള്ള അംഗീകാരങ്ങൾ ലഭിച്ചു. ദേശീയ പുരസ്കാരം ഉൾപ്പെടെ നിരവധി അവാർഡുകൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. ശ്രീനിവാസൻ എന്ന കലാകാരൻ എക്കാലവും നിലകൊണ്ടത് സത്യസന്ധമായ ആവിഷ്കാരങ്ങൾക്ക് വേണ്ടിയാണ്. ലളിതമായ ഭാഷയിൽ ഗൗരവകരമായ കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് അതിശയിപ്പിക്കുന്നതായിരുന്നു. സിനിമയിലെ സൂപ്പർ താര പരിവേഷങ്ങളിൽ നിന്ന് മാറി സ്വയം ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. മോഹൻലാൽ, മമ്മൂട്ടി തുടങ്ങിയ മുൻനിര താരങ്ങളോടൊപ്പം അദ്ദേഹം ചെയ്ത വേഷങ്ങൾ മലയാളികൾക്ക് എന്നും പ്രിയപ്പെട്ടതാണ്. സിനിമയ്ക്ക് പുറത്ത് തന്റെ കാർഷിക താല്പര്യങ്ങളെക്കുറിച്ചും സാമൂഹ്യ വിഷയങ്ങളിലെ നിലപാടുകളെക്കുറിച്ചും അദ്ദേഹം എപ്പോഴും വാചാലനായിരുന്നു. തന്റെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും കലാരംഗത്തേക്ക് നയിക്കാനും അവർക്ക് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകാനും അദ്ദേഹം ശ്രമിച്ചിരുന്നു. മക്കളായ വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും ഇന്ന് മലയാള സിനിമയിൽ തങ്ങളുടേതായ ഇടം കണ്ടെത്തിയവരാണ്. വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകൾക്കിടയിലും കലയോടുള്ള താല്പര്യം അദ്ദേഹം കൈവിട്ടിരുന്നില്ല. ഇടക്കാലത്ത് ആരോഗ്യനില വഷളായപ്പോഴും പിന്നീട് സുഖം പ്രാപിച്ച് അദ്ദേഹം വീണ്ടും പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. എന്നാൽ അവസാന നിമിഷങ്ങളിൽ രോഗം മൂർച്ഛിക്കുകയായിരുന്നു. തൃപ്പൂണിത്തുറയിലെ ആശുപത്രിയിൽ ചികിത്സയിരിക്കെയാണ് മലയാളത്തിന്റെ പ്രിയപ്പെട്ട ശ്രീനിവാസൻ ഓർമ്മയായത്. അദ്ദേഹത്തിന്റെ വിയോഗം ചലച്ചിത്ര ലോകത്തിന് മാത്രമല്ല ഓരോ മലയാളികൾക്കും വ്യക്തിപരമായ ഒരു നഷ്ടം തന്നെയാണ്.
തമാശകളിലൂടെ അദ്ദേഹം നമ്മെ ചിരിപ്പിക്കുകയും അതേസമയം ചിന്തിപ്പിക്കുകയും ചെയ്തു. മലയാള സിനിമയിൽ അദ്ദേഹം അവശേഷിപ്പിച്ചു പോകുന്ന ശൂന്യത അത്ര എളുപ്പത്തിൽ നികത്താനാകില്ല. തലമുറകൾ കഴിഞ്ഞാലും ദാസനും വിജയനും ശ്യാമളയും തളത്തിൽ ദിനേശനുമെല്ലാം അദ്ദേഹത്തിന്റെ ഓർമ്മകളെ മലയാളികളുടെ മനസ്സിൽ നിലനിൽക്കും. ആദരണീയനായ ആ കലാകാരന്റെ വിയോഗത്തിൽ സിനിമാ ലോകവും ഭക്തരും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു.